അദ്ദേഹത്തിന് അടികിട്ടി എന്നത് ശരിയാണ്. പക്ഷെ ഇത് വെച്ചുകൊണ്ട് വേറെ ഒരു താരതമ്യം നമ്മൾ നടത്തേണ്ടതുണ്ട്. അന്ന് അദ്ദേഹം കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആദർശവാക്യം വിളിച്ചു പറഞ്ഞതുപോലെ എന്തുകൊണ്ട് നമുക്ക് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആദർശവാക്യം വിളിച്ചു പറഞ്ഞുകൂടാ? അങ്ങനെ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ച് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കുന്നതുള്ളൂ. പക്ഷെ എന്ത് സംഭവിക്കുന്നു എന്നതല്ല ചർച്ചാ വിധേയമാകേണ്ടത്. അതിനു പകരം ആ സംഭവത്തിന്റെ ഇസ്ലാമിക മാനമായിരിക്കണം പരിശോധിക്കപ്പെടുന്നത്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആദർശവാക്യം വിളിച്ചു പറയുമ്പോൾ അവിടെ ഒരു സംഘടന രൂപപ്പെട്ടാൽ ആ സംഘടനത്തെ നമുക്ക് പറയുവാൻ കഴിയും അത് സ്വാഭാവികമായിട്ടും ഇസ്ലാമും ജാഹിലിയത്തും തമ്മിലുള്ള സംഘടനമാണ്. ഇസ്ലാമിന് അങ്ങനെ ചില താല്പര്യങ്ങൾ കൂടിയുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും സത്യത്തിന്റെ മറുപക്ഷത്ത് അസത്യം ഉണ്ടാവും, ഇസ്ലാമിന്റെ മറുപക്ഷത്ത് ജാഹിലിയത്ത് ഉണ്ടാവും. പക്ഷെ അത് തമ്മിലായിരിക്കും എന്തുണ്ടാവുന്നത്? സ്വാഭാവികമായിട്ടും ഏറ്റുമുട്ടലുണ്ടാവും. പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആദർശവാക്യം വിളിച്ചു പറഞ്ഞാൽ അവിടെ ഒരു സംഘടന രൂപപ്പെട്ടാൽ അത് ഇസ്ലാമും ജാഹിലിയത്തും തമ്മിലുള്ള സംഘടനമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ആവേണ്ടത്. പക്ഷെ അങ്ങനെ ആവും എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ശരിക്കും വിശകലനം ചെയ്താൽ പല പല കാരണങ്ങളാൽ അത് ഇസ്ലാമും ജാഹിലിയത്തും തമ്മിലുള്ള സംഘടനമാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പ്രവാചകന്റെ കാലത്ത് അല്ലെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു തന്റെ പ്രബോധിതരോട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുമ്പോൾ ആ പറയുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. എന്നാൽ ഇന്നത്തെ നമ്മളുടെ പ്രബോധിതരോട് ഇത് പറയുമ്പോൾ പല പല കാരണങ്ങളാൽ യഥാർത്ഥത്തിൽ എന്താണ് ആ പറയുന്നത് എന്ന യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പൊ ചില ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞാൽ, ഇന്നത്തെ സമൂഹത്തോട് നമ്മളുടെ പ്രബോധിതരോട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കുക എന്തായിരിക്കും? മുസ്ലിങ്ങളുടെ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അല്ലെ മുസ്ലിങ്ങളുടെ ദൈവത്തെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിക്കാനേ ചിന്തിക്കാനേ ഇന്നത്തെ നമ്മളുടെ പ്രബോധിതർക്ക് കഴിയൂ. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് മുഖ്യ പ്രധാനപ്പെട്ട കാരണം, ഇന്ന് യഥാർത്ഥത്തിൽ ഓരോ സമുദായങ്ങളും വ്യത്യസ്ത മതങ്ങൾ പ്രതിനിധീകരിക്കുന്നുണ്ട്. ക്രിസ്തു സമുദായത്തിന്റെ മതമാണ് ക്രിസ്തു മതം, ഹിന്ദു സമുദായത്തിന്റെ മതമാണ് ഹിന്ദു മതം, മുസ്ലിം സമുദായത്തിന്റെ മതമാണ് ഇസ്ലാം മതം എന്ന ധാരണയിലാണ് സമൂഹമുള്ളത്. അതേസമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം ഏത് സമുദായത്തിന്റെ മതമാണ്? ഇസ്ലാം ഏത് സമുദായത്തിന്റെ മതമാണ് പ്രവാചകന്റെ കാലത്ത്? ഒരു പാരമ്പര്യ സമുദായത്തിന്റെയും മതമല്ല അന്ന് ഇസ്ലാം. ഇസ്ലാം സ്വതന്ത്രമായ ഒരു ദർശനമാണ്. അതാർക്ക് വേണമെങ്കിലും അംഗീകരിക്കാം. അത് അംഗീകരിക്കുന്നവരാകുന്നു യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിലാവുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് ഒരു സമൂഹം അല്ല, ഇസ്ലാം ഒരു സമൂഹത്തിന് തെളിവാവുകയാണ് ചെയ്തത്. വെച്ചാൽ ഇസ്ലാം എന്ന ആദർശത്തെ അംഗീകരിച്ച് രൂപപ്പെട്ട ഒരു സമൂഹം, അങ്ങനെ ഇസ്ലാം ഒരു സമൂഹത്തിന് തെളിവായി. പക്ഷെ ഇന്നോ ഒരു സമുദായം ഇസ്ലാമിന് തെളിവാണ്. ഇത് രണ്ടും തമ്മിൽ വമ്പിച്ച അന്തരമുണ്ട്. ഇന്ന് ഒരു സമുദായം പാരമ്പര്യമായി പെറ്റുപെരുകി രൂപപ്പെട്ട ഒരു പാരമ്പര്യ സമുദായം ഇസ്ലാമിന് തെളിവാണ് നമ്മളുടെ പ്രബോധിതരുടെ മുമ്പിൽ. പക്ഷെ പ്രവാചകന്റെ കാലത്ത് ഇസ്ലാം ഒരു സമൂഹത്തിന് തെളിവാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് മുസ്ലിം സമുദായം എന്തെല്ലാം നെറികേടുകൾ ചെയ്യുന്നുവോ ഇതൊക്കെയും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പേരിലാകുന്നു പ്രബോധിത സമൂഹം വരവയ്ക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ഇസ്ലാം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം പ്രതിനിധീകരിക്കുന്നത് എന്തോ അത്. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ഇസ്ലാം നമ്മളുടെ പ്രബോധിതരുടെ മനസ്സുകളിൽ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇന്നത്തെ പ്രബോധിതരോട് ഇസ്ലാം എന്താണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇസ്ലാം എന്തല്ല എന്ന് പറയേണ്ടി വരുന്നു. എന്ന് പറഞ്ഞാൽ കാട് വെട്ടിയിട്ട് വേണം നമുക്ക് വിത്തിടാൻ. എന്നാൽ പ്രവാചകന്റെ കാലത്ത് അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇസ്ലാം ഇല്ല. അതുകൊണ്ട് അവിടെ കാട് വെട്ടേണ്ടതില്ല, വിത്തിട്ടാൽ മാത്രം മതി. അപ്പോൾ ഇന്ന് ഇസ്ലാമിക പ്രബോധനം എന്നത് കുറെ കൂടി ശ്രമകരമാണ്. അതൊരു മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് ഒരു ഒത്തുകൂടലിലൂടെ ബോധ്യപ്പെടുത്താൻ മാത്രം ഉള്ള ഒരവസ്ഥയിലല്ല, അത് വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഒക്കെ പേരിൽ മുസ്ലിം സമുദായം ഏതോ അർത്ഥത്തിൽ ഇന്ന് പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ടിരിക്കുന്നു.
തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കുറച്ചു മുമ്പ് തിരുവനന്തപുരത്തായിരുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്രിസ്തുമതം സ്വീകരിച്ച ഒരു സഹോദരൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചില വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദ് നബി വന്നിട്ടില്ലായിരുന്നെങ്കിൽ ലോകത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ കാരണം ഇസ്ലാമാണ്. ഇങ്ങനെ ഒരു ധാരണ പ്രബോധിത സമൂഹത്തിൽ നിലനിൽക്കെ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സുകളിൽ നമ്മളുടെ സ്ഥാനം അവരുടെ ശത്രുക്കളാണ് എന്നതാണ്. ഈ ധാരണ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മളെ ഉൾക്കൊള്ളുവാൻ, ഇത് പറയുന്നത് കേൾക്കുവാൻ അവർക്ക് കഴിയാതിരുന്നാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അപ്പൊ അതിന് യഥാർത്ഥത്തിൽ ശത്രുക്കളാണ് നമ്മൾ എന്ന ധാരണ തിരുത്തുകയും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണെന്ന് അവർക്ക് യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുകയുമാണ്. കാരണം ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ എല്ലാ കാലഘട്ടവും ഉണ്ടായിട്ടുണ്ടല്ലോ. ചരിത്ര ഒന്നാം നാൾ മുതൽ തന്നെ ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും അത് ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെ കാലത്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഉദാഹരണങ്ങൾ. പക്ഷെ അതിനെ മറികടന്നത് എങ്ങനെയാണ്? അപ്പൊ അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, ഒരു വൃദ്ധയുടെ വിറകും കെട്ടിച്ചു വന്ന് വീട്ടിലെത്തിച്ചു കൊടുത്ത ഒരു സംഭവം നമുക്കൊക്കെ അറിയാലോ. അങ്ങനെ വീട്ടിലെത്തിച്ചു കൊടുത്തതിന് പ്രതിഫലമായിട്ട് എന്തോ നൽകാൻ ആ വൃദ്ധ ശ്രമിച്ചു. പക്ഷെ പ്രവാചകൻ അത് വാങ്ങിയില്ല. ഉടനെ തന്നെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഒരു ഉപദേശം കൊടുക്കുന്നു. എന്താണ് ഉപദേശം? മോനെ, ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവന്റെ അടുത്തേക്ക് നീ പോകരുത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, മോനെ, ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു തീവ്രവാദിയുണ്ട്, അല്ലെങ്കിൽ ഭീകരവാദിയുണ്ട്, അവന്റെ അടുത്തേക്ക് നീ പോകരുത്. അവൻ നമ്മുടെ പൂർവികന്മാരൊക്കെ തള്ളിപ്പറയുന്നവനാണ്. ഈ സ്വഭാവത്തിൽ ഇങ്ങനെ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് പ്രവാചകനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറയുന്നു, നിങ്ങൾ പറയുന്ന മുഹമ്മദ് ഞാൻ തന്നെയാണ്. ആ വൃദ്ധ പിന്നീട് പ്രവാചകന്റെ ഒരു അനുയായിയായി മാറുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ഞാനിതിവിടെ ഉദ്ധരിച്ചത്, മുഹമ്മദ് എന്ന ഒരു ശത്രു അറേബ്യയിൽ ഉണ്ട് എന്ന് ഈ വൃദ്ധയെ ആരാ തെറ്റിദ്ധരിപ്പിച്ചത്? അത് ഇസ്ലാമിന്റെ അന്നത്തെ ശത്രുക്കൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. പക്ഷെ ഈ മുഹമ്മദ് എന്റെ ശത്രുവല്ല, മുഹമ്മദ് എന്റെ മിത്രമാണ് എന്ന് ആ വൃദ്ധയ്ക്ക് ബോധ്യപ്പെട്ടു. അതെങ്ങനെ ബോധ്യപ്പെട്ടത്? അത് ഇസ്ലാമിന്റെ സിദ്ധാന്തത്തിൽ നിന്ന് ബോധ്യപ്പെട്ടതല്ല. അതിനു പകരം പ്രവാചകന്റെ സമീപനത്തിൽ നിന്നാണ് അത് ബോധ്യപ്പെട്ടത്. അപ്പൊ ഇസ്ലാമിക പ്രബോധനം എന്നത്, ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തത്തിന്റെ പ്രചരണം മാത്രമല്ല, അതിന്റെ അനുബന്ധമായ ഒരു സമീപനത്തിന്റെ കൈമാറ്റം കൂടിയാണ്. അത് മനുഷ്യപ്പറ്റുള്ള ഒന്നാണ്, കേവലാർത്ഥത്തിലുള്ള ഒരാശയം എന്ന അർത്ഥത്തിലല്ല. അങ്ങനെ മിത്രമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ മിത്രത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയുന്നു. ഇന്നും നമുക്ക് കാണാൻ പറ്റും, യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലാതെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ യഥാർത്ഥത്തിൽ നമുക്ക് കഴിയില്ല. മാത്രമല്ല മറ്റൊരു സംഭവം നമുക്കറിയാലോ, ഒരു ജൂത പെൺകുട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരമായി ചപ്പുചവറുകൾ വാരിയിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മുഹമ്മദ് എന്റെ ശത്രുവാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഒരു ദിവസം ആ കുട്ടിയെ കാണാതായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുന്നു. അപ്പോൾ അറിയുന്നു രോഗിണിയായി കിടക്കുകയാണ്. പ്രവാചകൻ എന്ത് ചെയ്യുന്നു? അവിടെ രോഗസന്ദർശനം നടത്തുന്നു. പ്രവാചകൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവാചകന്റെ ആ ഇടപെടലുകളെല്ലാം കണ്ടപ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സ് മാറുകയാണ്. ആ പെൺകുട്ടി എന്താകുന്നു? പശ്ചാത്താപത്തോടുകൂടി യഥാർത്ഥത്തിൽ പ്രവാചകനിലേക്ക് തിരിച്ചു വരികയാണ്. ആ ചെയ്തതിലെ കുറ്റബോധം കൊണ്ട് അസ്വസ്ഥപ്പെടുകയാണ്. മാത്രമല്ല പിന്നെ പ്രവാചകന്റെ ഒരു അനുയായിയായി മാറുകയാണ്. അപ്പൊ എന്തുകൊണ്ട് മുഹമ്മദ് എന്റെ ശത്രുവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു? പക്ഷെ ഈ മുഹമ്മദ് എന്റെ ശത്രുവല്ല എന്ന് ബോധ്യപ്പെട്ടത് ഇസ്ലാമിന്റെ അടിസ്ഥാന സന്ദേശങ്ങളാകുന്ന തൗഹീദും റിസാലത്തും ആഹിറത്തും ഒന്നും പറഞ്ഞു കൊടുത്തപ്പോഴല്ല,